പിശാചിന്റെ തന്ത്രങ്ങൾ നിങ്ങൾ അറിയാത്തവരല്ലോ. അപ്പൊ പിശാചിന് എന്തുണ്ട്? തന്ത്രങ്ങളുണ്ട്. പിശാചിന് തന്ത്രങ്ങളുണ്ട്. ആ പിശാചിനെ കുറിച്ചൊന്ന് അവൻ മനസ്സിലാക്കിയിരുന്നാൽ മാത്രമേ നമുക്ക് അവനോട് കൂടെ ജയിച്ച് മുൻപോട്ട് പോകാൻ കഴിയത്തുള്ളൂ. പിശാചിനോട് കുറിച്ച് ചിന്തിക്കുന്ന മുമ്പ് ഞാൻ ദൈവശക്തിയെ കുറിച്ച് മനസ്സിലാക്കണം. ദൈവശക്തിയെ കുറിച്ച് മനസ്സിലാക്കണം. അവിടെ അതാണ് അവൻ പൗലോസ് പറയുന്നത്. അവൻ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. കാരണം എന്തെന്നറിയാമോ? നാം കർത്താവിന്റെ ശക്തി പ്രാപിക്കേണ്ടതിന് കാരണം എന്തെന്ന് വെച്ചാൽ എന്തുകൊണ്ട് നാം ശക്തി പ്രാപിക്കണം? എങ്ങനെയാണ് ദൈവത്തിന്റെ ശക്തി നമുക്ക് പ്രാപിക്കാൻ കഴിയുന്നത്? മാത്രമല്ല ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊണ്ടാണ് നമ്മൾ ദൈവത്തിന്റെ ശക്തി പ്രാപിക്കേണ്ടത്. കാരണം നാം മനസ്സിലാക്കണം, നമ്മുടെ സ്വന്തം കഴിവ് കൊണ്ട് പിശാചിനെ എതിരിടുവാൻ നമുക്ക് കഴിയത്തില്ല. എന്ത് കഴിയത്തില്ല? നമ്മുടെ സ്വന്തം കഴിവ് കൊണ്ട് പിശാചിനെ നേരിടുവാൻ നമുക്ക് കഴിയത്തില്ല. അതുകൊണ്ട് നാം സ്ഥിരമായി എപ്പോഴും കർത്താവായ യേശുക്രിസ്തുവിന്റെ അമിത ബലത്തിൽ ശക്തിപ്പെടുവാൻ നാം തയ്യാറാകണം. ക്രിസ്തുവിന്റെ ബലത്തിൽ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ നാം ആശ്രയിച്ചുകൊണ്ട് ആ ബലത്തിൽ മുമ്പോട്ട് പോകുവാൻ, ശക്തിപ്പെടുവാൻ നാം നമ്മെ തന്നെ തയ്യാറാക്കുവാൻ, നാം നമ്മുടെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ നാം തയ്യാറാകുന്നെങ്കിൽ ദൈവം നമ്മെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കും. ദൈവത്തിന്റെ ഉത്തമമായ ഒരു ഫലം ആരെന്ന് വച്ചാൽ, ദൈവത്തിന്റെ ഉത്തമമായ ഫലം ആരെന്ന് വെച്ചാൽ നാം മനസ്സിലാക്കുന്ന ഒരു തത്വചിന്തകൻ പറഞ്ഞ പ്രകാരമാണ്. ദൈവത്തിന്റെ ഉത്തമമായ ഫലം തന്റെ സ്വന്തം കുറവുകളെ കുറിച്ചും തന്റെ സ്വന്തം കഴിവില്ലായ്മയെ കുറിച്ചും നല്ല ബോധ്യമുള്ളവനായിരിക്കും. മനസ്സിലായോ? ഞാൻ പറഞ്ഞ ആശയം മനസ്സിലായോ? ഒരു നല്ല ഉത്തമ പഠനം എന്ന് പറയുന്ന വ്യക്തി തന്റെ സ്വന്തം കഴിവില്ലായ്മയെ കുറിച്ചും തന്റെ ജീവിതത്തിന്റെ പോരായ്മകളെ കുറിച്ചും തനിക്ക് എത്രമാത്രം ശക്തിയുണ്ടെന്ന് മനസ്സിലാക്കി അതിൽ ബോധ്യമുള്ളവരായി തീർന്നിട്ട് എനിക്ക് ശക്തിയില്ല, എന്റെ കർത്താവിന്റെ ശക്തി എനിക്ക് ആവശ്യമാണെന്ന് പൂർണ്ണമായി മനസ്സിലാക്കി ദൈവത്തിൽ ആശ്രയിക്കുന്നവരായിരിക്കും. ദൈവത്തിന്റെ ശക്തി വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിൽ ആശ്രയിച്ചാൽ മാത്രമേ കർത്താവിന്റെ ശക്തി നമ്മുടെ മേൽ പകരത്തുള്ളൂ. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായം അതിന്റെ 27-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്ന പ്രകാരമാണ്, ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു. ബലമുള്ളതിനെ ലജ്ജിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായതിനെ തിരഞ്ഞെടുത്തു. നമുക്ക് ദൈവത്തിന്റെ വചനം പറയുകയാണ്, നമുക്ക് ശക്തിയില്ല, നമുക്ക് കഴിവില്ല, നമുക്ക് ജ്ഞാനമില്ല. എന്നാൽ ഈ ജ്ഞാനത്തിന് അപ്പുറമായി ഒരു ജ്ഞാനം തന്ന് ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ശക്തിപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. അജ്ഞാനികളായിരിക്കുന്ന നിങ്ങളെ, ബലമില്ലാതിരിക്കുന്ന നിങ്ങളെയും ഇന്ന് പകൽക്കാലം ദൈവം തിരഞ്ഞെടുത്തറിയാമോ? ദൈവത്തിന്റെ അമിത ബലം തന്ന് ശക്തരായി നിർത്തുവാൻ വേണ്ടിയാണ് കർത്താവായ യേശുക്രിസ്തു നിങ്ങളെയും എന്നെയും ഇന്ന് പകൽക്കാലം തിരഞ്ഞെടുത്തതെന്ന് നാം തിരിച്ചറിയുന്നതാണ് നമ്മുടെ ജീവിതത്തിനകത്ത് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ കർത്താവിന്റെ ശക്തി നമ്മൾ പ്രാപിക്കണമെങ്കിൽ ആദ്യം നമ്മെ കുറിച്ചുള്ള ഒരു അറിവ് നമ്മളിൽ ഉണ്ടായിരിക്കണം. എനിക്ക് എന്റെ കർത്താവിൽ നിന്ന് എപ്പോഴും ശക്തി പ്രാപിക്കുവാൻ എനിക്ക് ആവശ്യമായിരിക്കുകയാണ്. എന്റെ കർത്താവിനോട് കൂടാതെ നിന്നാൽ മാത്രമേ ആ അപേക്ഷ എനിക്ക് ജയകരമായ ഒരു കൃത്യജീവൻ നയിക്കുവാൻ കഴിയത്തുള്ളൂ. നമ്മുടെ പരിധികളെ കുറിച്ച് നാം മനസ്സിലാക്കുമ്പോഴാണ് ദൈവത്തിന്റെ കൃപ നമ്മളിലേക്ക് വെളിപ്പെടുവാനിടയാക്കുന്നത്. മാത്രമല്ല നമ്മുടെ ശക്തിയെക്കുറിച്ച് നാം തിരിച്ചറിയുമ്പോഴാണ് ശത്രുവിന്റെ ശക്തികളെ തിരിച്ചറിയുവാനും അതിനെ ജയിക്കണമെങ്കിൽ എന്റെ യേശുവിന്റെ കൃപ നമ്മൾക്ക് ആവശ്യമാണ് തിരിച്ചറിഞ്ഞുകൊണ്ട് യേശുവിന്റെ ശക്തി പ്രാപിച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയുന്നത്.
ആവർത്തന പുസ്തകത്തിൽ കർത്താവായ യഹോവയായ ദൈവം അവൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ആവർത്തന പുസ്തകം 1-ാം അധ്യായം 29 മുതൽ 31 വരെ വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ആമേൻ അവിടെ പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ ഭ്രമിക്കരുത്, അവരെ ഭയപ്പെടുകയും വരുത്. നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളുടെ മുമ്പിൽ നടക്കുന്നു. നിങ്ങൾ കാണുകയും അവൻ മിസ്രൈമിലും മരുഭൂമിയിലും ദൈവം ചെയ്തതുപോലെയൊക്കെയും നിങ്ങൾക്ക് വേണ്ടി അവൻ യുദ്ധം ചെയ്യും. നമുക്ക് വേണ്ടി ആരാണ് യുദ്ധം ചെയ്തത്? ദൈവമാണ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്തത്. ദൈവത്തിന്റെ യുദ്ധം നമ്മുടെ മേൽ. ഹല്ലേലൂയ, ആമേൻ. ദൈവത്തിന്റെ യുദ്ധം നമ്മോട് കൂടെ നിന്നുകൊണ്ട് ദൈവം ചെയ്തത്. ആമേൻ. ദൈവത്തിന്റെ ശക്തി നമ്മുടെ മേൽ പകർന്ന് ഇസ്രായേലിനെ വഴി നടത്തിയതുപോലെ ആമേൻ നമ്മയും ദൈവം വഴി നടത്തുവാൻ ദൈവം ശക്തനാണ്. അതുകൊണ്ട് ദൈവം പറഞ്ഞ കാര്യങ്ങളാണ്, നമ്മൾ ഭയപ്പെടരുത്, നമ്മൾ അധൈര്യപ്പെട്ടു പോകരുത്, നമ്മൾ അധൈര്യപ്പെട്ടു പോകരുത്. പിശാചിന്റെ പ്രവർത്തികളെ കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്? അധൈര്യപ്പെട്ടു പോകരുത്, നമ്മൾ പേടിച്ചു പോകരുത്. കാരണം കർത്താവിന്റെ ശക്തി ആമേൻ നമ്മുടെ ജീവിതത്തിനകത്ത് ആമേൻ തഴുകി നമ്മെ ആമേൻ ജയിക്കുവാൻ വേണ്ടിയാണ് കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്. കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത് അറിയുന്നു, ആമേൻ നാം ജയിക്കുവാൻ വേണ്ടിയാണ്. ആമേൻ ജയിച്ചവരാണ് നമ്മുടെ കൂടെയുള്ളവർ. തോറ്റ ദൈവത്തെ അല്ല നമ്മൾ വിളിക്കുന്നത്. നമ്മൾ വിളിക്കുന്നത് ക്രിസ്തു, അവൻ ജയിച്ച ദൈവമാണ്. അവൻ ശുശ്രൂഷയുടെ ആരംഭത്തിൽ നമുക്കറിയാം മരുഭൂമിയിലേക്ക് അവൻ കർത്താവ് പോയി 40 ദിവസം ക്രൂശിക്കുമ്പോൾ പിശാച് അവന്റെ അടുക്കലേക്ക് വന്നു. യേശുവിനെ പരീക്ഷിച്ചു. അവൻ യേശുവിനെ പരീക്ഷിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്, യേശു പരീക്ഷകളെ എന്ത് ചെയ്തു? ജയിച്ചു. പിശാച് ലൂക്കോസ് പറഞ്ഞ പ്രകാരമാണ്, പരീക്ഷയൊക്കെ തീർന്ന ശേഷം കുറെ കാലത്തേക്ക് അവൻ പിന്നെ യേശുവിന്റെ അടുക്കലേക്ക് വന്നില്ല. ഞാൻ പിശാചിനെ ജയിച്ചാൽ നമ്മുടെ ജീവിതത്തിനകത്ത് പിശാചിനെ എതിർത്ത് നിൽക്കാൻ നാം ശക്തി പ്രാപിച്ചു കഴിഞ്ഞാൽ അവനറിയാം അവന്റെ പദ്ധതികളൊന്നും പിന്നെ നമ്മുടെ ജീവിതത്തിൽ നടക്കില്ല, അവന്റെ പ്ലാനുകളൊന്നും നമ്മുടെ ജീവിതത്തിൽ നടക്കില്ല. നാം ജയകരമായ ഒരു ക്രിസ്ത്യ ജീവിതം നയിച്ച് അവൻ യേശു നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട് അവൻ ജയവീരനായ യേശുവിനോട് കൂടെ നടന്ന് നമുക്ക് ജയിക്കാൻ കഴിയുന്ന മക്കളെ, അതുകൊണ്ട് തൽക്കാലം ദൈവകരം നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഈ ദിവസങ്ങൾ ജയകരമായ ഒരു ക്രിസ്ത്യ ജീവിതം നയിക്കുവാൻ കർത്താവിനും അവന്റെ അമീതബലത്തിൽ നമുക്കൊന്ന് ശക്തിപ്പെടാം. ഈ ദിവസങ്ങൾ ദൈവശക്തിക്കായി നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവത്തിന്റെ കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ കരുണ ഈ ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ അവൻ പരിശുദ്ധമാവുന്നതിനെ സഹായിക്കേണ്ടതിന് നമുക്ക് ഏറ്റവും തലമുറയോട് പ്രാർത്ഥിക്കാം. എന്തുമാർക്കാണ് കണ്ണുകളിലേക്കാം, ദൈവത്തോട് പറയാം, കർത്താവിന്റെ ശക്തി എനിക്ക് ആവശ്യമാണ്. വരും ദിവസങ്ങളിൽ കർത്താവ് അനുവദിക്കുന്നതിൽ നമുക്ക് ഈ വചനത്തിന്റെ ജ്ഞാനം ചിന്തിക്കാൻ, അതിലേക്ക് കാര്യങ്ങൾ പഠിക്കാൻ പരിശുദ്ധമായ കൃപകളെ നൽകട്ടെ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കും. ഇതുപോൽക്കാലം ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടുകയും ഇതുപോൽക്കാലം ദൈവത്തിൽ നമുക്ക് ആ അമിതബലത്തിലും ശക്തിപ്പെടാം. കർത്താവിന്റെ ശക്തിക്ക് ബലത്തിൽ നമുക്ക് സമർപ്പിച്ചു കൊടുക്കാം. ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവത്തോട് പറയാം, ദൈവമേ ഞാൻ അശക്തരാണ്, ഞാൻ ശക്തിയില്ലാത്തവരാണ്, കർത്താവേ എനിക്ക് ജ്ഞാനമില്ല. അങ്ങനെ വചനം പറയുന്നു, ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷതമായി തിരഞ്ഞെടുത്തു. ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ബലഹീനമായി തിരഞ്ഞെടുത്തു. ഒരു ജഡവും പ്രശംസിക്കാതിരിക്കാൻ തന്നെ കർത്താവ് എന്റെ ബലഹീനതകളെ ഞാൻ അറിയുന്നു, എന്റെ കുറവുകളെ ഞാൻ അറിയുന്നു, എന്റെ പരിധികളെ ഞാൻ ജീവിതത്തിന്റെ ശക്തി കേന്ദ്രങ്ങളിലെ പരിധികളെ ഞാൻ അറിയുന്നു. കർത്താവെ അങ്ങയോട് ആശ്രയിച്ചു നിന്നുകൊണ്ട് ഒരു വിജയകരമായ ജീവിതം നയിക്കാൻ ഇന്ന് പകൽക്കാലം അവിടുത്തെ ശക്തിയെ പകർന്ന് എന്നെ സഹായിക്കട്ടെ. ദൈവത്തിനുമാനം പറയുന്നു, കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കരുകന്മാരെ പോലെ ചിറകൾ ചുയരും, തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യുന്ന ഒരു ദൈവകൃപ തരുവാൻ കാത്തിരിക്കുന്നവർക്കാണ് ശക്തിയെ ദൈവം പകരുന്നത്. ഇന്ന് വർക്കാലം ദൈവസന്നിധിയെ നമുക്കൊന്ന് കാത്തിരിക്കാം, ദൈവത്തോട് നമുക്കൊന്ന് ചേർന്നിരിക്കാം, ദൈവത്തിന് ആ കൃപയിൽ ശക്തി നമുക്ക് പ്രാപിക്കാം. ഇന്ന് രാവിലെ അതിനായി ദൈവം നമ്മെ സഹായിക്കുന്നത് ഏൽപ്പിക്കാത്ത ദൈവത്തോട് പ്രാർത്ഥിക്കാം. അന്തരാധനകളൊക്കെ വൈദ്യമാനങ്ങളെ യേശുവിൻ നാമത്തിൽ ജനത്തിലേക്ക് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കൃപകളും ശക്തിയും ഇത് വർക്കാലം വചനത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രാപിച്ചെടുക്കാൻ ദൈവം കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധമാവേ അവരെ അളവില്ലാത്ത ശക്തി കൊണ്ട് നിറയ്ക്കണമേ. വചനം പറയുന്ന പോലെ ഹല്ലേലൂയ
ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ഇന്ന് രാവിലെ കാലം ശക്തിയെ പുതുക്കിക്കൊണ്ട് നാം ഒരു പുതുബലം പ്രാപിച്ചുകൊണ്ട് മുൻപോട്ട് ജയകരമായ ഒരു ജീവിതം നയിക്കാൻ വീട്ടിൽ നിങ്ങളെ സഹായിക്കണമെന്ന് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. വചനങ്ങൾ എല്ലാവരെയും കർത്താവെ അനുഗ്രഹിക്കുന്ന കർത്താവ് ഇവിടെ ജീവിതത്തിൽ ഒരു ജയകരമായ ജീവിതം നയിക്കുവാൻ, ക്രിസ്ത്യ ജീവിതം നയിക്കുവാൻ കർത്താവ് സഹായിക്കണം. പ്രാർത്ഥനയ്ക്കായി സ്തോത്രം. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിൽ ഒന്നുകൂടി ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ.